ഹലോ ഫ്രണ്ട്സ്, അവന്തികേനീഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് എടുത്തത്. പിന്നെ എപ്പോഴും നമ്മൾ ഷോർട്സ് തന്നെയായിരുന്നു ഇടുന്നത്. നമ്മൾ വലിയ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ സമയത്ത് ഞാൻ കുറച്ചൊന്ന് വൈകിയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായത്. കാരണം അല്ലാത്ത സമയത്തൊക്കെ സാറ്റർഡേ ആണ് കുറച്ച് വൈകിയാണ് എണീറ്റത്. അല്ലാത്ത സമയത്തൊക്കെ മോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എണീക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് വൈകിയായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത്. രാവിലെയൊക്കെ കാണാനുള്ള നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ ഇന്നത്തെ ക്ലൈമറ്റ്. പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. മുഖമൊക്കെ ഞാൻ ഫേസ് വാഷ് വെച്ചിട്ടാട്ടോ എപ്പോഴും മുഖം കഴുകാറുള്ളത്. അപ്പോൾ അത് നീമിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ടാട്ടോ ഞാൻ കഴുകാറുള്ളത്. നല്ല ഫേസ് വാഷാട്ടോ അത്. പിന്നെ ഒന്ന് തിന്നയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ചായ വെക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കെറ്റിലിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് പിന്നെ കുടിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ആയിട്ടുണ്ടായിരുന്നു. ചായ ആയിട്ട് എനിക്ക് മോൾക്കും കൂടി ചായ എടുക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ എടുത്ത് നിന്നായിരുന്നു കേട്ടോ. മോൾക്കും എനിക്കും കൂടിയിട്ടുള്ള ചായയൊക്കെ. പിന്നെ മോൾക്ക് പോയിട്ട് ചായ കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. മോൾ അപ്പോഴത്തേക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു, വായിച്ചുകൊണ്ടൊക്കെ. മോളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ കൊടുത്തായിരുന്നു. മോൾക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് നാണമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അവളിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ചായയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തക്കാളിക്കറിയും ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയ്ക്കെല്ലാം മാവൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി. ഈ ദോശ ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അധികം വിശദമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. ഇതിനകത്തോട്ട് അരി ഇട്ടിട്ട് കുറച്ച് തേങ്ങയും പിന്നെ നമ്മൾ ചോറുണ്ടല്ലോ, കുറച്ച് തേങ്ങയും പിന്നെ ചോറ് നമ്മളല്ലാതെ ചോറിടത്തില്ല, ആ ചോറും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇത് അരച്ചെടുത്തതിൻ്റെ മാവായിട്ട് കിട്ടും കേട്ടോ. ആ മാവ്, ആ ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ദോശ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ല ദോശയൊക്കെ ഞാൻ ഇന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മോളും കൂടി ഇത് കഴിക്കാൻ പോകട്ടെ. തക്കാളിക്കറിയും ദോശയും ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാൻ പോകണം. പിന്നെ മോള് ചെടിയിലൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചെടിയിലൊക്കെ അവൾ എപ്പോഴും വെള്ളം ഒഴിക്കും. പിന്നെ ഒരു പൂച്ച ഇരിക്കുന്നത് കണ്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ബൈ.